അയ്യോ ഇന്നേ കഴിഞ്ഞ ദിവസം എല്ലാവരും കുറേ ആൾക്കാർ എന്നോട് നമ്മുടെ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്, സാർ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് പറയുന്നത് നിങ്ങൾ ഓർഡർ ഇട്ട് വെച്ച് വേണം നിങ്ങൾ പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം സാർ എങ്ങനെയാണത് ഓർഡർ ഇട്ട് വെക്കുന്നത്, എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പുതിയതാണ്, ആരും പറഞ്ഞു തരാനില്ല, ജസ്റ്റ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു 3-4 പേരെനിക്ക് മെസ്സേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയല്ല അവർ പറയുന്നത്. കാരണം ഈ ബിഗിനേഴ്സിനെ സഹായിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻസ് അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ അങ്ങനെ വലിയ ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതുമാത്രം വീഡിയോകളൊന്നും അതിൽ കാണുന്നില്ല. ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മലയാളത്തിൽ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വലിയ ട്രിഗർ. ഇപ്പോൾ പുതിയ ഇറങ്ങിയ സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കി. അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം, അത് ട്രയൽ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ഇപ്പം പുതിയൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് മലയാളത്തിലൊന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇപ്പം വലിയ വലിയ സംഭവങ്ങൾ പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഓർഡർ ഫ്ലോയെ, അല്ലെ പിന്നെ എന്താ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ പുതിയ ആൾക്കാർക്ക്, മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും അത്ര താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് ചെയ്തേക്കാം. കുറേ ദിവസം കൊണ്ട് കുറേ ആൾക്കാരോട് പറയുന്നു. പക്ഷേ ഇപ്പോഴാണ്, ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ്, സാർ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ചയാണ്, അവധിയാണ്, അപ്പോൾ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, ഞാൻ ധൻ ആപ്പാണ് കാണിക്കുന്നത്. കാരണം കൂടുതൽ ഞാൻ ധനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ബ്രോക്കർമാരുടെ ആപ്പിൽ, ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ധൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ ചെയ്യുകയാണെന്നെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഒരു ലിമിറ്റ് ഓർഡർ, പിന്നെ ടാർഗറ്റ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പിന്നെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ധന്നിനകത്തിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ധന്നിലോട്ട് പോകും. അപ്പം ഇതാണ് നമ്മുടെ ധന്നിൻ്റെ ഇൻ്റർഫേസ്, ഈ കാണുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം അതിൽ ധൻ ചെയ്യുന്നവർക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ബ്രോക്കർ അനുസരിച്ച് നോക്കിയാൽ മതി. ഇപ്പം മാർക്കറ്റ് ഓഫ്ലൈനാണ്, അതുകൊണ്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇനി പിന്നത്തിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ നമ്മുടെ വാച്ച് ലിസ്റ്റാണിത് അല്ലേ. വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഒരു ഇപ്പം ഈ 25,000 പുട്ട് നമ്മൾ വാങ്ങിക്കുന്നു. 25,000 പുട്ടിൽ നമ്മൾ ബൈ ഓർഡർ ഇടുന്നു. ഓക്കെ, ബൈ ഓർഡർ ഇടുമ്പോൾ മാർക്കറ്റ് 57.40 മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, 57.40. നമ്മുടെ വിചാരം മാർക്കറ്റ് താഴോട്ട് പിന്നെ പൊട്ടും എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ നമുക്ക് ഈ 57.40 ഒരു ലോട്ട് 75 ക്വാണ്ടിറ്റിയാണ്. ഒരു ലോട്ട് നമുക്ക് 57.40 വേണേൽ മേടിക്കാം. അതിന് നമുക്ക് ഈ മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്താൽ മതി. മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രൈസ് എത്രയാണ് ഇവിടെ പ്രൈസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പ്രൈസിൽ തന്നെ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആകും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബൈ മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്വാണ്ടിറ്റി നമുക്ക് 2 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. 2 ക്വാണ്ടിറ്റി ഓക്കെ, 2 ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. ഇൻസ്റ്റൻറ്റ് ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ 57 എക്സിക്യൂട്ടീവ് മാർക്കറ്റ് ഓപ്പൺ, അതായത് AM ആയിട്ട് ഇത് പോകത്തുള്ളൂ. കാരണം എന്താ, മാർക്കറ്റ് അവധിയായതുകൊണ്ട് നമ്മളിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ബൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബൈ ചെയ്യുന്നു, എന്ത് ചെയ്തു, മാർക്കറ്റ് ആഡ് മണി, അതിനകത്ത് പൈസ ഇല്ല. അതായത് നമ്മൾ നേരത്തെ ഞാനൊരു ഓർഡർ ചെയ്തു വെച്ചായിരുന്നു, അതുകൊണ്ടാണ് അത് പോകാത്തത്. ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് ക്യാൻസലായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, ബൈ എടുക്കുന്നു. ഈ മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമ്മൾ പോകുന്നു. 2 ലോൺ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു, ബൈ കൊടുക്കുന്നു. അപ്പം AM ആയിട്ടത് കൺവേർട്ട് ആകുന്നു. നമ്മൾ ഇൻസ്റ്റൻറ്റ് ബൈ കൊടുക്കുന്നു. ബൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ എക്സിക്യൂട്ടായി. ഇനിയിപ്പോൾ ഓർഡർ എവിടെ, ഈ ഓർഡറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ഓർഡർ അവിടെ 55 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇത് ക്യാൻസൽ ചെയ്താണ്. നമ്മുടെ AM നോക്കേണ്ടത്, AM കാണുന്നത്. നോക്കിക്കേ, നമ്മളൊരു ഓർഡർ ഇട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ ഇത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. 150 ക്വാണ്ടിറ്റി 2 ലോട്ട് അല്ലേ. നമ്മൾ 55 രൂപയ്ക്കാണ് മാർക്കറ്റ് പ്രൈസാണ്. ഇവിടെ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൽ വരുമ്പോൾ 57 എത്രയാണോ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് എത്രയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഓർഡർ അപ്പോൾ തന്നെ രാവിലെ തന്നെ ഇത് ഓക്കെ, അത് ഏത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എപ്പോഴാണ് ആ മാർക്കറ്റിൽ ഓപ്പൺ ആകുന്ന പ്രൈസ് ആ പ്രൈസിൽ തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആകും. ഓക്കെ, ഇതിപ്പോൾ നാളെയാണ്. ഇപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിലെ കാര്യം മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അത് ആഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ ഇതിൽ നിങ്ങളിതൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് എൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഞാനത് ഹോൾഡ് ചെയ്യുന്ന സംഭവം.
ഇതിനി ഇത് നാളെ ഇത് കണ്ടിട്ട് അങ്ങനെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യില്ലേ, ഇതങ്ങനെ അവിടെ ഇനിയും 10-15 ദിവസം ഉണ്ടത് ചെയ്യാൻ. ഇപ്പോൾ ഒരു പോയിൻ്റ് മാത്രമേ കുറവുള്ളൂ, ഒരു പോയിൻ്റ് കയറാൻ വലിയ താമസമൊന്നുമില്ല, അത് അങ്ങനെ കിടക്കും, അവിടെ കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു നിഫ്റ്റി തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് ഈ പൈസ ലാഭത്തിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇനിയിപ്പം ഈ സാധനം ഓർഡർ നമുക്കിനി അല്ല, ഒരു പ്രൈസ് മതി. ഇതിപ്പോൾ നമ്മളൊരു മാർക്കറ്റ് ഓർഡറല്ല പറഞ്ഞു അല്ലേ, നമുക്കിനിയിപ്പോൾ ഒരു ലിമിറ്റ് പ്രൈസ് വേണം. ലിമിറ്റ് പ്രൈസ് നമുക്കിപ്പോൾ 57-40 ഓടിക്കൊണ്ട് നമുക്ക് 55 മേടിച്ചാൽ മതി. നമുക്ക് 55 2 ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ മതി, 2 ലോട്ട് വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഈ 55 പ്രൈസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ മാർക്കറ്റ് 55 വരുന്നത്, എപ്പോഴാണോ മാർക്കറ്റ് 55 വരുന്നത്, ആ പ്രൈസിൽ മാത്രമേ അന്നേരം ഇപ്പോൾ അത് ബൈയെ ആകത്തുള്ളൂ, ഇൻസ്റ്റൻറ്റ് ബൈ. ഓക്കെ, അത് ബൈയിൽ പോയി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഓർഡറിൽ പോയിട്ട് നമ്മൾ AMOയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMOയിലേ പോകത്തുള്ളത് കിടക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം കണ്ടോ, 55. ഓക്കെ, 55 രൂപയാകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പ്രൈസ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, നിലവിലും ഓടുന്ന എത്രയാണ്, 57-40 ഓടുന്നത്. 55 വരുമ്പം ഈ പ്രൈസ് എക്സിക്യൂട്ട് ആവും, ഇത് ഓൾറെഡി നമ്മൾ വാങ്ങിക്കും. മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പോൾ എങ്ങനെയാണ് ലിമിറ്റ് പ്രൈസിൽ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ. ഇനിയും അടുത്തത് നമുക്ക് നോക്കുന്നത് എന്താ സംഭവിക്കുന്നത്. ഇത് നമുക്ക് ഇനിയും ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കുകയും വേണം, വിൽക്കുകയും വേണം. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ബൈ എടുക്കുന്നു. ഇതിനകത്തിൽ ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ SL ആണ്. ട്രിഗർ പ്രൈസ് എന്ന് വെച്ചാൽ SL സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. SL നമുക്കിപ്പം വേണ്ട, അത് ഇപ്പോൾ തൽക്കാലം ബൈ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും സെല്ല് നോക്കാം. സെല്ല് എങ്ങനെ ചെയ്യുന്നത്, സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷനിൽ പോകുന്നു, നമ്മൾ ഇത് സെല്ല് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ എന്നോട് പലരും ചോദിച്ചു, സാറേ എങ്ങനെ ഓർഡർ ഇട്ട് എങ്ങനെ സെല്ല് ചെയ്യുന്നത്, ഓർഡർ ഇട്ട് എങ്ങനെ സെല്ല് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓർഡർ ഇട്ട് സെല്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓർഡർ ഇട്ട് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇപ്പോൾ 2 ലോട്ടല്ലേ ഉള്ളത്, 2 ലോട്ട് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലിമിറ്റ് പ്രൈസ് ഇടുന്ന സെല്ലാണ്, ബൈ അല്ല. നമ്മൾ മുമ്പേ ബൈ ആണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ 55 വാങ്ങിച്ചു ഇല്ലേ, 55 വാങ്ങിച്ചു, നമുക്ക് 65 നമുക്ക് വിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ പ്രൈസ് 65, ലിമിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 65 എന്നുള്ള പ്രൈസ് ഇത് 2 ലോട്ടാണ് വാങ്ങിച്ചത്, 1 ലോട്ട് മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ. 1 ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 65 നമ്മൾ വിൽക്കുന്നു. 1 ലോട്ട് സെലക്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡറിനകത്ത് പോയി കിടക്കും. ഓർഡറിൽ പോയി കിടന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ ഓർഡറിൽ പോയി കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അതുകൊണ്ട് AMOയിലാകുന്നത് 65 നമ്മൾ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇല്ലേ. 65 എത്തുമ്പോൾ എന്ത് ചെയ്തു, ഈ ഓർഡർ ക്ലിക്ക് ആവും. മനസ്സിലായി, ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് ഒരെണ്ണേ നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, നമുക്കിനി അടുത്തത് നമ്മുടെ 2 ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരെണ്ണം 65 ഒരെണ്ണം 70 വിൽക്കണം. അപ്പോൾ രണ്ടാമത് വീണ്ടും നമ്മളൊരു ഓർഡർ ഇടണം ഇല്ലേ. അപ്പോൾ ആദ്യം ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് 65 നമ്മൾ ഒരെണ്ണം വിറ്റു ഇല്ലേ, അടുത്ത ഓർഡർ എന്ത് ചെയ്യണം, 70 ഇടണം. 70 ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ സെല്ല് ചെയ്യുക. മനസ്സിലായി പറഞ്ഞേ. ഇപ്പോൾ നിങ്ങളുടെ 5 ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം മാർക്കറ്റ് ഒരു പരിധി കുട്ടീന് മേലോട്ട് പതുക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 65 ഒരെണ്ണം ഇടണം. 55 വാങ്ങിച്ചത്, 65 ഇടുന്നു, 75 ഇടുന്നു, 80 ഇടുന്നു, 90 ഇടുന്നു, നിങ്ങളുടെ ആയിരിക്കുന്ന ലോട്ടിനനുസരിച്ച്. മനസ്സിലായി. അല്ലെങ്കിൽ എത്ര ലോട്ട് നിങ്ങൾക്ക് ആ പ്രൈസിൽ കൊടുക്കണം, ആ പ്രൈസ് ഇട്ടിട്ട് നിങ്ങൾ സെൽ ഓർഡർ എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ആ റേഞ്ചിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഓർഡർ സെല്ലാകും. ഞാൻ പറഞ്ഞ് മനസ്സിലായി. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ എക്സ്പയറി ഡേ എന്ന് നിങ്ങൾ ഓർഡർ ഇട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ 55 10 രൂപയ്ക്ക്, ചിലപ്പോൾ ഹീറോ സീറോ ആണെങ്കിൽ നിങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 10 രൂപയ്ക്ക് മേടിച്ചാൽ നിങ്ങൾ 20 രൂപയ്ക്ക് കൊടുക്കേണ്ടത്. നിങ്ങളുടെ 50 ക്വാണ്ടിറ്റി ഉണ്ട്, 50 ലോട്ടുണ്ടെന്ന് വിചാരിച്ചു, 50 ലോട്ടുണ്ട്, നിങ്ങൾ 10 രൂപ 20 രൂപയിൽ എത്തും എന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒരു 25 ക്വാണ്ടിറ്റി, 50 ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ 25 ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, 10 രൂപ എന്നുള്ളത് 20 രൂപയ്ക്ക് നിങ്ങൾ ഓർഡർ ഇട്ട് വെക്കണം. 20 രൂപയ്ക്ക് ഓർഡർ ഇട്ട് വെക്കണം. മനസ്സിലായി. ഇതിപ്പോൾ ഇത് ഓർഡറിൽ നമ്മുടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റെഡ് കാണിക്കുന്നത്, അത് നിങ്ങൾ എന്നിട്ട് സെല്ല് ചെയ്യുക. അടുത്ത 25 ക്വാണ്ടിറ്റി നിങ്ങൾ 30 ഓർഡർ ഇട്ട് വെക്കുക. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. 30 പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ 30 പ്രൈസിൽ അടിക്കും. അല്ല നിങ്ങളുടെ 50 ക്വാണ്ടിറ്റി ഉണ്ട്, 10 ക്വാണ്ടിറ്റി വെച്ചാണെന്നുണ്ടെങ്കിൽ 10 ക്വാണ്ടിറ്റി നിങ്ങൾ അടിക്കുന്നു. 10 രൂപയ്ക്കാണ് നിങ്ങൾ മേടിച്ചത്, 15 ഇട്ട് വെക്കുന്നു. 10 ക്വാണ്ടിറ്റി, അടുത്ത 10 ക്വാണ്ടിറ്റി 20 ഇട്ട് വെക്കുന്നു, അടുത്ത 25 ഇട്ട് വെക്കുന്നു, അടുത്ത 30 ഇട്ട് വെക്കുന്നു, അടുത്ത 35 ഇട്ട് വെക്കുന്നു. അങ്ങനെ നിങ്ങളുടെ 50 ക്വാണ്ടിറ്റി ഡിഫറൻറ്റ് നമ്പറിൽ നിങ്ങൾ 10, 15, 20, 25, 30 പറഞ്ഞ് നിങ്ങളങ്ങനെ ഇട്ട് വെക്കുക. ഓരോ 10 ഓർഡർ നിങ്ങൾ ഇട്ട് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ഇട്ട് വെച്ച് മാർക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ അത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം.
അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അത് ഇട്ട് കാണിക്കാം. അത് ഞാൻ ആ സ്ക്രീൻഷോട്ട് എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കാണിക്കാം ഞാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഡർ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഡർ ഇട്ട് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അല്ല, സ്റ്റോപ്പ് ലോസിനെ എനിക്ക് കാണിക്കാം എങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാം ഓർഡർ എല്ലാം കിടപ്പുണ്ട് നോക്കട്ടെ, എല്ലാം കട്ട് ചെയ്ത് കളയട്ടെ, ഒന്നും കിടപ്പില്ല. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി 57 ഇവിടെ കിടക്കും. നമ്മുടെ ഈ സാധനം ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മളിവിടെ മേടിച്ചു അല്ലേ, ഇത് മേടിച്ചു, നമ്മൾ സെല്ല് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് ട്രിഗറിനാണ്. ഇതിനകത്ത് നമ്മുടെ ധന്നിനകത്തിൽ ട്രിഗറിനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ നമുക്ക് 55 നമ്മൾ മേടിച്ചു എന്ന് വിചാരിച്ചു. 55 നമ്മൾ മേടിച്ചു, മാർക്കറ്റ് സാധനം എടുത്തു, 55, 56, 57, 58, 59 വരെ പോയതിന് ശേഷം നേരെ സാധനം തിരിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് എന്ന് വെച്ചാൽ, അതായത് 55 നമ്മൾ വാങ്ങിച്ചു, 45 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, 10 പോയിൻ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്? എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസും ട്രിഗർ പ്രൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രിഗർ പ്രൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊന്ന് എഴുതി കാണിക്കാം. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് 55 നിങ്ങൾ വാങ്ങിച്ചു ഇല്ലേ, അത് 60 വരെ പോയി. നമ്മുടെ ടാർഗറ്റ് 65ആണ്, ടാർഗറ്റ് 65ആണ്. 55 60 വരെ പോയി. അതിനുശേഷം പ്രൈസ് പിന്നെ പുറകോട്ട് താഴോട്ട് വരിക, പിന്നെ തിരിച്ച് 55 വന്നു, 54 വന്നു, 50 വന്നു, 48 വന്നു. അപ്പോൾ 10 പോയിൻ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ള താഴെ ഇല്ലേ. അപ്പോൾ 45 നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കണം ഇല്ലേ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 10 പോയിൻ്റ് കൂടുതൽ നമ്മൾ നഷ്ടം സഹിക്കത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് വരും, പ്രൈസ് ഉണ്ട്, ട്രിഗർ പ്രൈസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? അതായത് ഒരു പ്രൈസ് നമ്മൾ താഴോട്ട് വരുമ്പോൾ, ഒരു പോയിന്റിലെത്തുമ്പോൾ ഓർഡർ ട്രിഗർ ആകണം. അതിനാണ് ഈ ട്രിഗർ പ്രൈസ്. അപ്പം നമ്മളിപ്പം 45 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 45 രൂപ 50 പൈസയ്ക്ക്, 45 രൂപ 50 പൈസയ്ക്ക് നമ്മൾ ട്രിഗർ പ്രൈസാണ്. അതായത് നമ്മുടെ റിയൽ സ്റ്റോപ്പ് ലോസിനേക്കാളും 50 പൈസ എപ്പോഴും കൂടുതലായിരിക്കണം. 50 പൈസ, 1 രൂപയോ 10 പൈസ, 20 പൈസ, എത്ര ഞാൻ ഇഷ്ടം പോലെ, കഴിവത് ഒരു 50 പൈസ ഇടുന്നതായിരിക്കും നല്ലത്. ഒരു 50 പൈസ കൂട്ടി വേണം ട്രിഗർ പ്രൈസ് ഇടാൻ. സെൽ ഓർഡറിനേക്കാളും, അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസിനേക്കാളും 50 പൈസ എപ്പോഴും നമ്മൾ കൂട്ടി വേണം നമ്മൾ ഇവിടെ ഇടാൻ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 50 പൈസയാണെന്നുണ്ടെങ്കിൽ, 45 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 45 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ 45 ഇടണം. 45 പ്രൈസ് എഴുതുക. ഇത് ട്രിഗർ പ്രൈസ് 45 രൂപ 50 പൈസ, ഒരു 50 പൈസ അവിടെ കൂട്ടിയിടുക. ഓക്കെ, എന്നിട്ട് സെല്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെല്ല് ചെയ്യുമ്പം നമ്മുടെ ഓർഡർ ഈ പറഞ്ഞ 55 നമ്മൾ മേടിച്ചത് ഇല്ലേ, 55 മേടിച്ചു, 50 വന്നു, 48 വന്നു, 47 വന്നു, ഇങ്ങനെ പതുക്കെ താഴോട്ട് വരുവാണ്. എന്നിട്ട് ഈ 45 50 എത്തുമ്പോൾ നമ്മുടെ ഓർഡർ ട്രിഗർ ആകും 45. അപ്പോൾ 2 ചാൻസാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്നീ 45 50 ഓർഡർ എക്സിക്യൂട്ട് ആകും, അല്ലെങ്കിൽ കറക്റ്റ് 45 നമ്മുടെ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആകും, നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഹിറ്റ് ആകും. ഒന്നുകിൽ 45 50 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും, അല്ലെങ്കിൽ 45 സ്റ്റോപ്പ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ 45 എന്നുള്ളത് ഇവിടെ 45 ഇടുക, എന്നിട്ട് ഇവിടെ 44 50 എന്ന് ഇടുക. മനസ്സിലായി? അപ്പോൾ കൃത്യമായിട്ട് കറക്റ്റ് ഇവിടെ വരുമ്പം ഈ ഓർഡർ സെല്ല് നമ്മളെ അടിക്കും. മനസ്സിലായി പറഞ്ഞു? അപ്പോൾ എപ്പോഴും പ്രൈസിനേക്കാളും 50 പൈസ, അല്ല 1 രൂപ, അല്ല 20 പൈസ, 30 പൈസ, നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കണം. അപ്പം നമുക്ക് എന്താ പറയുക, പ്രൈസ് പതുക്കെ താഴോട്ട് വന്ന് ഈ ട്രിഗർ പ്രൈസിൽ ഹിറ്റായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് അടിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ജമ്പ് ചെയ്ത് ഇങ്ങനെ ട്രിഗർ പ്രൈസ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 45 അടിക്കാതെയാണ് ഇവിടെ ചിലപ്പം ഈ 45 മാച്ചിങ് പ്രൈസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ജമ്പ് ചെയ്തായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെ പലർക്കും ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ജമ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ട്രിഗർ പ്രൈസ് എടുത്തത്. അപ്പം 2 ഓർഡറാണ് അവിടെ ഇതാകുന്നത്. അതായത് ട്രിഗർ പ്രൈസിലും വന്ന് മുട്ടും, നമ്മുടെ സെൽ പ്രൈസിലും വന്ന് മുട്ടും. അപ്പോൾ 2 ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ സെൽ ഓർഡർ അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മൾ SL വെക്കുന്നത്. മനസ്സിലായല്ലോ? ട്രിഗർ എപ്പോഴും പ്രൈസിനേക്കാളും 50 പൈസ 1 രൂപയെ ട്രിഗർ പ്രൈസ് കൂടുതൽ നിൽക്കുന്നത്, അതനുസരിച്ച് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഒരു നിശ്ചിത പ്രൈസിൽ ബൈ ചെയ്യാൻ പഠിച്ചു, നിശ്ചിത പ്രൈസിൽ നമ്മൾ ഓർഡർ ഇട്ട് വെച്ച് സെല്ല് ചെയ്യാനും പഠിച്ചു ഇല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ SL എങ്ങനെയാണ് ട്രെയിൽ ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മൾ SL ആണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു ഇല്ലേ. നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ SL നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇതിന് പുതിയൊരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അതിനാണ് തന്നെ അതിൽ സൂപ്പർ എന്നൊരു സംഭവമാണ് ഇട്ടേക്കുന്നത്, സൂപ്പർ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇത് ഓർഡർ ചെയ്യുന്നു. നമുക്ക് ഒരു ഓർഡർ ഇപ്പോൾ ഈ ബൈ ചെയ്യുന്നു,
ഈ ഓർഡർ നമുക്ക് ബൈക്ക് അതിൽ സൂപ്പറിനകത്ത് പോകുന്നു. സൂപ്പർ എന്ന സംഭവം. ഓക്കെ, ഒരു ഓർഡർ നമുക്ക് ബൈ ചെയ്യണം, സെല്ല് ചെയ്യണം, അതുപോലെ സ്റ്റോപ്പ് ലോസ് ട്രെയിലും ചെയ്യണം. അപ്പോൾ ഇത്രയും സംഭവം ഒന്നിച്ച് നമുക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഇപ്പം 57.50 മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒന്നുകിൽ നമുക്കിത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഈ പ്രൈസ് നമുക്കൊരു പ്രൈസ് ഇട്ട് വെക്കാം. ഇത് നോക്കട്ടെ, ഇത് ഈ ടിക്കങ്ങ് മാറ്റിയാൽ മതി. ഈ ടിക്കങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇടാം. 55 നമ്മൾ പ്രൈസ് ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ 47.40 മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം 55 നമുക്ക് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 55 ഓർഡർ ഇട്ട് വെക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ബൈ 55 ആകുമ്പം സംഭവം സെറ്റാകും. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 10 പോയിൻ്റാണ്. 65 നമ്മൾ ടാർഗറ്റ് ഇട്ട് നമ്മുടെ ടാർഗറ്റ് ഇതാണ്. സ്റ്റോപ്പ് ലോസ് എത്രയാണ്? നമുക്ക് 45. ക്ലിയർ ആയല്ലോ. അപ്പോൾ 3 കാര്യം ക്ലിയർ ആയി. ഇത് നമുക്ക് എത്ര ലോട്ട് വേണമെങ്കിലും മേടിക്കാം. നമുക്ക് പ്രൈസ് 55 വാങ്ങിച്ചാൽ മതി. 57 മാർക്കറ്റ്, 2 പോയിൻ്റ് താഴെ വരുമ്പോൾ 55 നമുക്ക് വാങ്ങിച്ചാൽ മതി. നമ്മുടെ ടാർഗറ്റ് 65, സ്റ്റോപ്പ് ലോസ് 45. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 55 വാങ്ങിക്കും, 45 എത്തിയാൽ നമ്മൾ SL അടിക്കും, 65 എത്തി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അടിക്കും. ക്ലിയർ ആയല്ലോ. ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, ഈ ട്രെയിലിംഗ് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പോയിൻ്റ് ഇട്ടാൽ നമ്മൾ 55 വാങ്ങിച്ചു, 55 മേടിച്ചിട്ട് ശേഷം ഈ പ്രൈസ് 56 ആയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും 1 പോയിൻ്റ് മേലോട്ട് കയറും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 46 ആവും. ഞാൻ പറയാൻ മനസ്സിലായോ പറഞ്ഞേ? നമ്മൾ 55 നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ 65 ടാർഗറ്റ് ഇട്ട് വെച്ചു. അപ്പോൾ 65 എത്തുമ്പോൾ നമ്മുടെ ഇത് എന്ത് സംഭവിക്കണം? നമുക്ക് ടാർഗറ്റ് അടിക്കണം അല്ലേ. അതേസമയം മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ 45 നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇനി നമ്മുടെ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുക, 55, 56, 57, 58, 60, 65 എന്ന് പറഞ്ഞ് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ 55 56 ഈ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 1 പോയിൻ്റ് കൂടും, 46 ആകും. മനസ്സിലായി? ഇവിടുന്ന് ഇത് 60 ആകുമ്പം, ഇവിടെ 60 പോയിൻ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് 5 പോയിൻ്റ് ഈ സ്റ്റോപ്പ് ലോസിൽ കൂടും. അപ്പം മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് 50 സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് 5 പോയിൻ്റ് മാത്രമേ നഷ്ടം വരത്തുള്ളൂ. നിലവിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് 55 പ്രൈസും 45 സ്റ്റോപ്പ് ലോസുമാണ്, 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ്. മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച വഴിക്ക് നിങ്ങൾ മേലോട്ട് പോയാൽ 55 എന്നുള്ളത് 60 എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആയിരിക്കും. ഇപ്പോൾ 55 40 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് അല്ലേ. ഈ 55 സംഭവം 60 ആയി കഴിഞ്ഞാൽ ഈ 45 സംഭവം എന്താവും? 50 ആവും. അതായത് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും? ചാടും. മനസ്സിലായോ പറഞ്ഞേ? അതായത് ഇവിടെ 56 ആകുമ്പോൾ ഇവിടെ 46, ഇവിടെ 57 ആകുമ്പോൾ ഇവിടെ 47 ആവും, ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ 50 ആവും. ഇവിടെ 65 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 65 നമ്മുടെ ടാർഗറ്റ് 65 എത്തുമ്പോൾ നമ്മുടെ ഓർഡർ ഹിറ്റാവും, നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും, മൊത്തം ഓർഡറും എക്സിറ്റ് ആവും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ എത്ര പോയിൻറ്റ്, 1 പോയിൻ്റ് കൂട്ടുന്നെങ്കിൽ 1 പോയിൻറ്റ്. അപ്പോൾ അല്ല ഇവിടെ 2 പോയിൻ്റ് ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 പോയിൻ്റ് ഇടുന്നു വിചാരിച്ചു, 2 പോയിൻ്റ് ഇടുന്നെങ്കിൽ ഓരോ പ്രാവശ്യം 55 57 ആകുമ്പോൾ ഇവിടെ 47 ആകും. അല്ല നമ്മൾ 5 ഇടുന്നത്, നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ 5 ഇടുന്നു വിചാരിച്ചു, 5 ഇടുവാണെന്ന് സംഭവിക്കുന്നത് ഇവിടെ 55 എന്നുള്ളത് 60 പോയിൻ്റ് ആകുമ്പം ഈ പറഞ്ഞ 45 എന്നുള്ളത് 50. അതായത് തമ്മിലുള്ള ഇത് 5 പോയിൻ്റ് ആയിരിക്കും. ഓരോ 5 പോയിൻറ്റിനായിരിക്കും ഇവിടെ സ്റ്റോപ്പ് ലോസ് 5 പോയിൻ്റ് കയറുന്നത്. മനസ്സിലായി പറയാം? ഇവിടെ 55 എന്നുള്ളത് 60 ആയെങ്കിൽ മാത്രമേ ഈ 45 50 ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള മെയിൻ. ഇതിനകത്ത് വേണമെങ്കിൽ ട്രിഗർ പ്രൈസ് കൂടെ ചെയ്യാൻ വേണമെങ്കിൽ, ഇതിനകത്ത് ട്രിഗർ പ്രൈസ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 56 എന്നുള്ളത് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് 45 അല്ലേ, 45 50 വേണം. നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ 45 50 വേണമെങ്കിൽ നമുക്കവിടെ നമുക്കൊരു ട്രിഗർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കവിടെ വേണം. അതിപ്പോൾ തൽക്കാലം നിങ്ങൾ അത് വേണ്ട, അത് വിട്ടേരെ, അത് പോട്ടെ, അതിപ്പോൾ എല്ലാം കൂടെ തലക്കകത്ത് കയറത്തില്ല. അപ്പോൾ ഇതാണ് ഈ സൂപ്പറിനകത്തുള്ള മെയിൻ സെറ്റപ്പ്. നമുക്ക് ഇത്രയാണ്. അപ്പോൾ 55 നമ്മൾ മേടിച്ചു. ഓക്കെ, 65 നമ്മുടെ ടാർഗറ്റ്, 10 പോയിൻ്റ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് അടിക്കണം 40 പോയിൻറ്റ്. ഓരോ പ്രാവശ്യം ഇവിടെ എത്രയാണ് ജമ്പ് ചെയ്യേണ്ടത്? ഓക്കെ, ഓരോ മാർക്കറ്റ് മുകളിലോട്ട് കയറും തോറും എത്ര പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ജമ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. 1 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ 56 ടാർഗറ്റ്, 55 എന്നുള്ള 56 എത്തുമ്പോൾ 45 എന്നുള്ളത് 46 ആകും. 60 എന്നുള്ളത് 55 60 ആകുമ്പോൾ 45 50 ആകും. നമ്മുടെ 60 65 എത്തുമ്പോൾ നമ്മൾ ടാർഗറ്റ് അടിക്കും.
അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് മേലോട്ട് കയറും. പക്ഷേ 65 നമ്മുടെ ടാർഗറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് 65 ടാർഗറ്റ് ക്ലിക്കായി നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായി നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റായി ലാഭത്തോടെ നമ്മൾ എക്സിറ്റ് ആവും. അപ്പോൾ ഇതാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അത് തന്നെ സൂപ്പർ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ പിന്നെ ആപ്പിനകത്തിലും ഇതുപോലത്തെ സംഭവങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം അത്യാവശ്യം നിങ്ങൾക്ക് പിടി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു. സിമ്പിളായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, വലിയ പ്രൊഫഷണലിസം ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ തന്നെയാണ് ആപ്പിനകത്തിലും ഇതേപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആപ്പിനകത്തിൽ അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഞാൻ ആപ്പിനകത്തോടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതിൻ്റെ ആ ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെയും ഇതുപോലെ തന്നെയാണ്. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പായിട്ട് കണ്ട സംഭവമാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇതിപ്പം ബൈ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിനകത്ത് പോവുക. വാച്ച് ലിസ്റ്റിനകത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു നിഫ്റ്റി നമ്മൾ വാങ്ങിക്കുന്നു. 27-ന് നമുക്ക് ബൈ ചെയ്യുന്നു. ബൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് സംഭവം ഇങ്ങനെ ഇതിനകത്തിൽ കണ്ടോ, ഈ പറഞ്ഞ ലിമിറ്റ് ഓർഡർ, ട്രിഗർ, സൂപ്പർ എല്ലാം അതുപോലെ ഉണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സംഭവം സൂപ്പർ നോക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എത്ര ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത് ആഡ് ടാർഗറ്റ്. നമ്മളിപ്പം എത്ര എണ്ണം വാങ്ങിക്കേണ്ടത്, നമ്മൾ വാങ്ങിക്കേണ്ടത് 55-നാണ് നമുക്ക് വാങ്ങിക്കേണ്ടതെങ്കിൽ 55 ആഡ് ടാർഗറ്റ്, ആഡ് സ്റ്റോപ്പ് ലോസ്, ആഡ് ട്രെയിൽ ജമ്പ്. ഇവിടെ മാർക്കറ്റ് ഇത് മാറ്റിയിട്ട് നമ്മൾ ലിമിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 55-ലാണ് വാങ്ങിക്കേണ്ടത്. നമ്മൾ 55 പ്രൈസ് ഇടുന്നു. എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും ക്വാണ്ടിറ്റി ഇവിടെ കൂട്ടുന്നു. അതിനുശേഷം ഇവിടെ നോക്കുക, 55-ന് വാങ്ങിക്കുന്നു. നമ്മൾ സൂപ്പർ ക്ലിക്ക് ചെയ്യുന്നു. സൂപ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ 55 നമ്മൾ ഇട്ട ഓർഡർ വന്നു. അതിനുശേഷം ടാർഗറ്റ് എത്രയാണെന്ന് പറഞ്ഞ് നമ്മൾ 65 ടാർഗറ്റ് ഇട്ടു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 45 ഇട്ടു. ആഡ് ട്രെയിൽ ജമ്പ് എത്ര, ഒരു പോയിൻറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു പോയിൻറ്റ് കയറുമ്പം നമ്മുടെ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻറ്റ് 55 എന്നുള്ള 56 ആകുമ്പം ഈ സ്റ്റോപ്പ് ലോസ് നമ്മുടെ 45 എന്നുള്ളത് 46 ആവും അല്ലേ. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഇൻസ്റ്റൻറ്റ് ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നു. യു ആർ പ്ലേസിങ് യുവർ സൂപ്പർ ഓർഡർ. ഓക്കെ, ഇത് ആക്റ്റീവ് പെർമിഷൻ കൊടുക്കുക, ആക്റ്റീവ് സൂപ്പർ ഓർഡർ. അപ്പോൾ ഓർഡർ ഇപ്പോൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ഇൻ മാർക്കറ്റ് ഓപ്പൺ നമ്മൾ AMO ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് AMOയിൽ മാത്രമേ പോയി കിടക്കത്തുള്ളൂ. ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ AM കണ്ടോ, 55-ൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകും നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ. അപ്പം ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ലൈവ് മാർക്കറ്റ് വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് അപ്പോൾ തന്നെ എല്ലാം സംഭവങ്ങൾ പോകും. ഓക്കെ, ഇപ്പം കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ എങ്ങനെയാണ് ഒരു ബൈ ഓർഡർ വാങ്ങിക്കുന്നത്, ലിമിറ്റ് ഓർഡർ എങ്ങനെയാണ് ഇടുന്നത്, സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ഇടുന്നത്, ഓർഡർ ഇട്ട് വെച്ച് നമ്മൾ വിൽക്കുന്നത് എങ്ങനെയാണ് ഹീറോ ഡേയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി കാണും. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായവരും ഗുണപ്പെട്ടവരും ഗുണമുണ്ടാകുന്നവരും ഇത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ളവരും ഒക്കെ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സ്പീരിയൻസ് ആൾക്കൊക്കെ ഇത് വളരെ അറിയായിരിക്കും. നമ്മൾ ബിസിനസ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി, നമുക്കത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.